നിങ്ങൾ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ സ്ഥിരമായി കേൾക്കുന്ന രണ്ട് വാക്കുകളായിരിക്കും ROIയും ROEയും. എന്താണ് ROI? ROI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ROE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. സോ ടുഡേ ഐ ആം ഗോണ ടെൽ യു അബൌട്ട് ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ROI. സോ ഇവിടെ ROI കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന റെന്റൽ റിട്ടേൺസിന്റെ ബേസിസിലാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1 ബെഡ്റൂം 1 മില്യൺ പ്രൈസിൽ വരുന്നതാണ്. നമുക്കൊരു ഡീസെന്റ് സൈസിൽ ഒരു ഡീസെന്റ് ഡെവലപ്പറുടെ അടുത്ത് നിന്നുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ വേറെ മിനിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെന്റ് ആണ് 80,000. സോ ഈ കേസിൽ നമ്മൾ ROI കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഡിവൈഡഡ് ബൈ പ്രോപ്പർട്ടിന്റെ വാല്യൂ ഇൻറ്റു 100 ആണ്. സോ ഈ കേസിൽ നമ്മുടെ ഗ്രോസ് ROI ആണ് 8%. സോ അഗൈൻ ഐ എം റിപ്പീറ്റിംഗ് ഗ്രോസ് ROI. സോ ഈ കേസിൽ നമുക്കൊരു നെറ്റ് ROI ആണ് ആക്ച്വൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത്. സോ നെറ്റ് ROI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ കൊടുക്കേണ്ട ഒരു എക്സ്ട്രാ എമൗണ്ട് ആണ് സർവീസ് ചാർജ്, അതായത് ബിൽഡിംഗ് മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കുന്ന എമൗണ്ട്. സോ അതെപ്പോഴും പെർ സ്ക്വയർ ഫീറ്റ് റേറ്റിലായിരിക്കും നമുക്ക് എല്ലാ ഡെവലപ്പേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഏത് ലൈക്ക് ഒരു ഏജന്റ് റെഫർ ചെയ്യുന്നതാണെങ്കിലും കേൾക്കുന്നുണ്ടാവുക. സോ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രോപ്പർട്ടീൻ്റെ സൈസ് 800 സ്ക്വയർ ഫീറ്റും നമുക്ക് വരുന്ന പെർ സ്ക്വയർ ഫീറ്റ് സർവീസ് ചാർജ് 15 dirhams ആണ്. സോ ടോട്ടൽ ഇയർ ഓൺ ബേസിസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 × 15, അതായത് ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 12,000 dirhams ആണ് നമ്മുടെ സർവീസ് ചാർജ് വരിക. ഈ കേസിൽ നമുക്ക് നെറ്റ് ROI കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെന്റൽ റിട്ടേൺസ് മൈനസ് സർവീസ് ചാർജ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആയ 1 മില്യൺ × 100 ആണ്. സോ ഈ കേസിൽ എത്രയാണ് നെറ്റ് ROI വരിക എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് കമന്റ് ബിലോ.